എറണാകുളം, ഇടുക്കി ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10 ലക്ഷം രൂപ വില വരുന്ന ചന്ദനം പിടികൂടി. വിൽപ്പനയ്ക്കായി എത്തിച്ച 66 കിലോ ചന്ദനമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. ചന്ദനക്കടത്തുമായി ബന്ധപ്പെട്ട 5 പേരെ കോടതി റിമാൻഡ് ചെയ്തു. ഇടുക്കി സ്വദേശികളായ ചാർലി ജോസഫ്, നിഖിൽ സുരേഷ്, സരൺ ശശി, VS ഷാജി, അനീഷ് മാത്യു എന്നിവരാണ് ചന്ദനവുമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത്. മലയാറ്റൂർ DFO P കാർത്തികിന്റെ നിർദ്ദേശാനുസരണം റേഞ്ച് ഓഫീസർ R അദീഷ്, മേക്കപ്പാല ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ K ദിദീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് 5 അംഗ സംഘത്തെ പിടികൂടിയത്. ഒന്നാം പ്രതി ചാർലി ജോസഫിന്റെ ഇരട്ടയാറിലുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ 3 ചാക്ക് കെട്ടുകളിലായി നിറച്ച് മൂടിയിട്ട നിലയിലായിരുന്നു ചന്ദനത്തടികൾ. വിവിധ തൂക്കത്തിലുള്ള 36 കഷ്ണങ്ങളായി മുറിച്ചാണ് ചാക്കിൽ ചന്ദനം സൂക്ഷിച്ചിരുന്നത്. അനീഷ് കഴിഞ്ഞ ദിവസം ചന്ദനത്തടികളുടെ സാമ്പിളുമായി പെരുമ്പാവൂർ തൃക്കളത്തൂരിലെത്തിയപ്പോൾ വനം വകുപ്പ് ഇയാളെ പിടികൂടുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ വാഴക്കുളത്തുള്ള പാസ്റ്ററായ VS ഷാജിയാണ് ഇയാൾക്ക് ചന്ദനത്തടികൾ നൽകിയതെന്ന വിവരം ലഭിച്ചു. പിന്നീട് പാസ്റ്റർക്ക് ചന്ദനത്തടികൾ നൽകിയവരെ കുറിച്ചുള്ള അന്വേഷണത്തിനിടെയാണ് ബാക്കി 3 പേർ കൂടി പിടിയിലാകുന്നത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നട്ടുവളർത്തിയിരുന്ന ചന്ദനം കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്നതിന് വേണ്ടി പണം നൽകി വാങ്ങിയെന്നാണ് പിടിയിലായവർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. കേസിൽ വിശദമായ അന്വേഷണമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു പ്രതി ഒരു ഇടുക്കി സ്വദേശിയാണ്. അപ്പോൾ അത് കൂടാതെ ഒരു 5 പേരുള്ള ഒരു സംഘത്തെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ ഏകദേശം ഒരു 60 കിലോ ഒരു നല്ല കാതൽക്കുള്ള ഇത് ഒരു സാമ്പിളാണ് സീസ് ചെയ്തിട്ടുള്ളത്. ചന്ദനവുമായി പിടിയിലായവരുടെ 2 വാഹനങ്ങളും മൊബൈൽ ഫോണും വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. ചന്ദനക്കടത്തിനു പിന്നിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നറിയാൻ പിടിയിലായവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് മലയാറ്റൂർ DFO അറിയിച്ചു. ന്യൂസ് മലയാളം, കൊച്ചി.